കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിന്നൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം വന്ന് കുറച്ചധികം കേക്കിൻ്റെ ഡിസൈൻസൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു സ്പേസർ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ സ്പേസർ കേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ 3 kg ഈ ഒരു സ്പേസർ കേക്ക് ചെയ്യുന്നത്. 9 ഇഞ്ചിലും 7 ഇഞ്ചിലും 2 കേക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ടയർ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ടയറും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കുറേ സ്റ്റിക്ക് ഒന്ന് കേക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു സ്പേസർ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഇതേപോലെ ഫോട്ടോസ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റും ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ സ്പേസർ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്പേസറിൻ്റെ നടുക്കൂടെ നമുക്കൊരു സ്റ്റിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റിക്ക് കൂടെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് കേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. പിന്നെ ഈ സ്പേസറിന് മുകളിലുള്ള വെക്കുന്ന കേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേറെ പാക്ക് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്പേസർ കേക്ക് അറേഞ്ച് ചെയ്യുന്നത്. ഇത് കുറച്ച് ഫോക്സ് ബോൾസും കുറച്ച് നോൺ എഡിബിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ചാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. ഇതിനകത്ത് വലിയ വർക്കും കാര്യങ്ങളൊന്നും വേറെ ചെയ്യുന്നില്ല. വാഞ്ചോ ഫ്ലേവറിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തേക്കുന്നത്. നേരത്തെ എല്ലാ കേക്കും 4 ലെയർ വെച്ചാണ് ഐസിങ് ചെയ്തേക്കുന്നത്. പിന്നെ മുകളിലത്തെ ആ ഒരു കേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഫോക്സ് ബോൾസും പിന്നെ ഒരു കസ്റ്റമൈസ്ഡ് ടോപ്പറും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈസ് ഒക്കെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് സത്യത്തിൽ എനിക്ക് വന്ന ഓർഡർ അല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വന്ന ഓർഡറായിരുന്നു. പുള്ളിക്കാരത്തേക്ക് അത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെ ഓർഡർ കൈമാറിയതാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സിക്കിൾസും ബോബ്സും കപ്പ് കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ ഒരു ഡോൾ കേക്കും ഒരു 1 kg ടോൾ കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒരു കസ്റ്റമർ തന്നെയായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് എത്രയും സെറ്റായിട്ടാണ് നമ്മുടെ കേക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്പേസർ കേക്കൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തതിന് ശേഷം രണ്ടായിട്ടെല്ലാം സെപ്പറേറ്റ് ചെയ്ത് പാക്ക് ചെയ്തു. ഇനി നമുക്കൊരു ഇതേപോലെ ഒരു ബേബി ഗേളിനെ നിർത്തിയിട്ട് ഫോണ്ടറ്റിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ ബലൂൺസ് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ഫോക്സ് ബോൾസ് ഇതിനകത്ത് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഡിസൈനൊക്കെ നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഫോണ്ടൻ വർക്ക് വരുന്ന കേക്കിൻ്റെയൊക്കെ ആ ഒരു വർക്ക്സൊക്കെ നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ആയി കിട്ടിയാൽ പെട്ടെന്നാണ് നമുക്ക് പിന്നെ കേക്ക് ചെയ്യാൻ. കേക്ക് ഐസിങ്ങും ചെയ്ത് തന്നെ ഫോണ്ടൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ആ ഒരു ഫോണ്ടൻ വർക്ക് ചെയ്തെടുക്കുന്ന ഡിലേ ആണ് കേക്കിന് കൂടുതലും വരുന്നത്. പിന്നെ ഇതേപോലെ നമ്മൾ കുറച്ച് ബട്ടർഫ്ലൈസ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടോപ്പർ കസ്റ്റമൈസ്ഡ് ടോപ്പറാണ്. ഈ ഒരു കേക്ക് മിൽക്കി നട്ട് ഫ്ലേവറിലാണ് ചെയ്തേക്കുന്നത്. 1 kg 6 ഇഞ്ചിൽ 6 ലെയറായിട്ടാണ് ഐസിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡോൾ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ R11 എന്ന് പറയുന്ന പെറ്റൽ നോസിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ആ ഒരു കേക്കെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഫ്രില്ല് പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിങ്ക് കളറിലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബേബി ഗേളിനെ ഇതേപോലെ ഫോണ്ടിൽ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറിയ ടൈപ്പ് ഫ്ലവർ കട്ടർ യൂസ് ചെയ്ത് ഫ്ലവറൊക്കെ വെച്ച് നമ്മൾ ഇതേപോലെ ഡ്രസ്സ് ഇതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പിന്നെ ഇൻക്ലൂഡ് ചെയ്യാനത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഡോൾ കേക്കും സെറ്റ് ചെയ്തിട്ട് നെയിം കൂടി ഒന്ന് ആ ഒരു ബേസിലായിട്ട് വെക്കുന്നുണ്ട്. ഇതേപോലെ 1 kg ഡോൾ കേക്കിൻ്റെ ഓർഡർ വരുന്ന ടൈമിൽ 1 kg ബാറ്റർ ഡിവൈഡ് ചെയ്ത് 6 ഇഞ്ചിൻ്റെ ടിന്നിലും പിന്നെ ആ ഡോൾ കേക്കിൻ്റെ ടിന്നിലുമായിട്ട് ഒഴിച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ബേക്ക് ചെയ്തിട്ടാണ് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് നല്ല ഹൈറ്റിൽ കിട്ടും. ഇത് 6 ലെയറായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കേക്ക് ഡിസൈൻസ്. അപ്പോൾ ഈ ഒരു സ്പേസർ കേക്കും അതിൻ്റെ കൂടെയുള്ള ഡോൾ കേക്കും ടോൾ കേക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിലേത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.